എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ CS-ഉം കിരണും കല്യാണിയൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാദ്യം അവൻ്റെ മകനെ കൊന്നിട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം അവനെ വെറുതെ വിടണോ വേണ്ടയോ എന്ന്. അതുമല്ല അവനെ വിശ്വസിക്കണോ ഇല്ലയോ എന്ന്. എന്തായാലും അവൻ മകനെ കൊന്നിട്ട് വന്നാലേ ഞാൻ വിശ്വസിക്കും മോളെ എന്നും CS കല്യാണിയോട് പറയുന്നത് കേട്ട് രൂപ, അതൊന്നും വേണ്ട ചന്ദ്രേട്ടാ, സ്വന്തം മകനെ കൊന്നിട്ട് അവൻ നല്ലവനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവൻ പരോളിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അവൻ പ്രകാശിൻ്റെ കൂടെയാണ് കൂടുന്നതെങ്കിൽ അത് നമുക്കൊരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം, അതായിരിക്കും നല്ലത്. പ്രകാശൻ്റെ ജീവിതത്തിൽ ഇപ്പം പ്രകാശൻ ഒരുപാട് മാറിയെന്നാണ് പറയുന്നത്. പക്ഷേ അയാൾ മാറിയോ ഇല്ലയോ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ചിലതൊക്കെ കാണിച്ച് അയാൾ ബോധ്യപ്പെടുത്തിയെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സമയമായിട്ടില്ല. എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ തീരുമാനിച്ചാലും ശരി, ഒരു കാര്യം ഞാൻ പറയാം, എനിക്കൊന്നേ പറയാനുള്ളൂ. പ്രകാശനെ കണ്ണുടച്ച് വിശ്വസിച്ചിട്ട് അവസാനം നമ്മൾ വീണ്ടും മരണത്തിലേക്ക് പോകാനുള്ള വഴിയെ ഉണ്ടാക്കരുത്. വിക്രം വരട്ടെ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവനെ ഫോളോ ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. പ്രകാശനും അവനും ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ അത് വലിയ തെറ്റിലേക്ക് പോകും. ഒരിക്കലും പിന്നെ പ്രകാശനെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കല്യാണി മോളും കുറച്ച് സൂക്ഷിക്കണം. ആരെങ്കിലും ഒന്ന് ഒത്തിരി സഹതാപം കാണിച്ചാൽ മോൾ ഉറപ്പായിട്ടും അവിടെ വീണു പോകും, അവരുടെ സ്നേഹത്തിന് മുൻപിൽ. അത് തെറ്റാണ്. നമ്മൾ ഒരിക്കലും ആരുടെയും സ്നേഹത്തിന് മുൻപിൽ വീണു പോകരുത്. ചിലർ ചതിക്കാൻ വേണ്ടി സ്നേഹിക്കും, ചിലർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. പക്ഷേ എല്ലാ സ്നേഹവും ഒരേപോലെയാണെന്ന് കരുതരുത്. മനസ്സിലായല്ലോ? ഇത്രയും വർഷം മോളെ തള്ളിക്കളഞ്ഞ അച്ഛനാ. ശരിയാണ്, അയാളൊന്ന് മാറിയെന്ന് വിചാരിച്ച് മോൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, തിരിച്ചയാളെ വീട്ടിൽ കയറ്റണമെന്ന് തോന്നും. പക്ഷേ നാളെ അതൊക്കെ വലിയൊരു ദുഃഖത്തിലേക്ക് ചെന്നെത്തിക്കരുത്. അറിയാലോ, പ്രകാശിൻ്റെ മകൻ വിക്രം, അവൻ കാലൻ. അവന് നമ്മളോടൊക്കെ വലിയ പകയാ, ദേഷ്യ. അതൊന്നും അവന് ഇനി തിരിച്ചു വരാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവൻ പരോളിന് ഇറങ്ങട്ടെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നും പറയണം. അത് കേട്ടതും കല്യാണി ആകെ സങ്കടപ്പെട്ട് എവിടെ നിൽക്കുക. അപ്പോൾ അടുക്കളയിലേക്ക് വാ മോളെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ അടുക്കളയിലേക്ക് കല്യാണിയും കൂട്ടി അങ്ങ് പോവുക. അപ്പോൾ CS, മോനെ കിരണേ, നമ്മൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിലേ അത് വേറെ വല്ല പ്രശ്നത്തിൽ എത്തിക്കും. എന്തൊക്കെയായാലും പ്രകാശിനെ കണ്ണുടച്ച് വിശ്വസിക്കേണ്ട. ശരിയാണ്, അവൻ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. പക്ഷേ അന്നത്തെ ദിവസം കല്യാണിയാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ ചിലപ്പോൾ രക്ഷിക്കുമായിരുന്നോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരിക്കും. കാരണം കല്യാണിയെ അവന് വെറുപ്പാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പറ്റാനും കല്യാണിയുടെ വിശ്വാസം നേടിയെടുക്കാനും അവൻ ചെയ്യുന്ന അടവാണെങ്കിലും ഇത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ മോനെ. ഒരിക്കലും കണ്ണുടച്ച് വിശ്വസിച്ച് പ്രകാശനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റരുത്. പിന്നെ വിക്രം പരോളിന് ഇറങ്ങും, അവനെ ഫോളോ ചെയ്യാനും ഗംഗാപ്രസാദിനെയും രാഹുലിനെ ഫോളോ ചെയ്യാനും ജയിലിൽ തൽക്കാലം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കാതെ മുന്നോട്ട് പോകാം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്ത് വന്ന് ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരായിരിക്കും കഴുത്തിറക്കാൻ പോകുന്നത്. അവൻ്റെ അമ്മയെപ്പോലെ അവനും മാറിയെങ്കിൽ നമുക്കൊക്കെ സന്തോഷമാണ്. പക്ഷേ അങ്ങനെ മാറുമില്ലയോ എന്ന് അവൻ തന്നെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ CS ഉപദേശിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ റെഡിയായി താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ശാരി ചോദിക്കുക, എവിടെ പോവാടാ? അതെ, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാനും സരയും കൂടെ അമേരിക്കയ്ക്ക് പോകുകയെന്ന്. ആ കൃത്യസമയത്ത് ഞാൻ അവളുടെ ജീവിതത്തിൽ നിന്നും പോയിരിക്കും. അന്നെങ്കിലും നീ പോകുവാടാ. അന്നും ഇതുപോലെ പോകണമെന്നും പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നല്ലോ നീ. അതിൻ്റെ സങ്കടം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി തൊലയടാ. മനുഷ്യന് അത്രയ്ക്ക് ദണ്ണമുണ്ട്. എൻ്റെ മോളോട് ഒരു വാക്ക് പോലും തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. അയ്യോ, ഉറപ്പായിട്ടും ഞാൻ പോകും. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് നിങ്ങളുടെ മോളുടെ കൂടെ ജീവിച്ച് മതിയായി. പ്രാന്തിയായ അവള് എനിക്ക് സമാധാനം തരുന്നില്ല, സ്വൈര്യം തരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ ഇവിടെ നിൽക്കുന്നതെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് മൊത്തത്തിൽ അങ്ങ് നല്ല സങ്കടമുണ്ട്. എൻ്റെ മോളൊരു പാവമാടാ. അതുകൊണ്ടാണ് നിന്നെ ഇതുവരെ മനസ്സിലാക്കാത്തത്. അവള് പാവമല്ല, മന്ദബുദ്ധി. തലയ്ക്കകത്ത് ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഇത്രയും വർഷം അവൾ എൻ്റെ കൂടെ ജീവിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല ഞാൻ എങ്ങനെയുള്ള ഒരുത്തനാന്ന്. അതല്ലേ എൻ്റെ എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തോടെ കൂടെ ജീവിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവില്ല ഞാൻ ആരാണെന്നും എന്താണെന്നും. അവരൊക്കെ എന്നെ ഇഷ്ടം പോലെ സ്നേഹിക്കത്തേ ഉള്ളൂ. അതെല്ലാം സരയും മുകളിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക. ഇപ്പോൾ അവക്കടെ ഒരു കൊച്ചുണ്ടല്ലോ, മാനസ. അവളാണെങ്കിൽ എൻ്റെ തലയിൽ കയറുക, എൻ്റെ മനസ്സിലോട്ടും കയറി. ഇതുവരെ എൻ്റെ മനസ്സ് ഇതുപോലൊരു കുഞ്ഞുങ്ങളും കീഴ്പ്പെടുത്തിയിട്ടില്ല. അത് കേട്ടതും, എടാ അവളുടെ മാത്രം കുഞ്ഞല്ലല്ലോ, നിൻ്റെയും കൂടെ കുഞ്ഞല്ലേടാ. എൻ്റെ ഭാര്യമാർക്കൊക്കെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഓരോ ഭാര്യമാർക്കും ഓരോന്ന് വെച്ച്.
അതിലെത്ര കുഞ്ഞുങ്ങൾ എനിക്കുണ്ടെന്ന് പോലും അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാ മാനസയുടെ കൂടെ ഇത്രയും വർഷം അങ്ങനെയുള്ളപ്പോൾ മാനസയെ ഇത്തിരി മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പ്രയാസമാണ്. പക്ഷെ എന്നാലും ഞാൻ അമേരിക്കയ്ക്ക് പോകും. അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാം. ഏത് അമേരിക്കയിലോട്ടാണ് അതേ പോകുന്നത്? പറയടാ, ഏത് അമേരിക്കയിലേക്കാണ് നീ പോകുന്നതെന്ന്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? ഞാൻ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തിരിക്കും. പിന്നെ ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും നിങ്ങൾ അറിയണ്ട. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. എടാ, കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ എൻ്റെ മോളെ വിട്ടിച്ച് പോടാ. എത്ര നാളെ നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു? അത്രയ്ക്ക് ദണ്ണമുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ മോൾ ഒരാളുടെ മുൻപിൽ തല കുനിച്ച് നിൽക്കാൻ പോകുന്നത്. നീ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഭ്രാന്ത് പിടിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മോള് കഴിഞ്ഞ ദിവസം പോലും അമേരിക്കയ്ക്ക് പോയാൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു എനിക്ക് സങ്കടം. കാരണം അവൾ അമേരിക്കയ്ക്ക് പോകില്ലല്ലോ, നീ മാത്രമല്ലേ പോകൂ. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. അയ്യോ, അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അവൾ കരയുമ്പോൾ കണ്ണീര് തുടച്ചു കൊടുക്ക്. ദേ തള്ളേ, ഞാനിപ്പോൾ പോകുക. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് അവളെ മനസ്സിലാക്കിക്കൊള്ളണം. എന്ത് പറയാൻ, നിങ്ങൾക്കൊരു വലിയ നാവുണ്ടല്ലോ. ആ നാവ് വെച്ച് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് അവളെ ഇതാക്ക്. അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല, പിന്നെ അനുഭവിക്കേണ്ടി വരും. അവൾ പ്രാന്താശുപത്രി കിടക്കുമ്പോൾ കൂട്ടിരിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പോവുക. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ സരയുവിന് ദേഷ്യം കയറിയിട്ട് പല്ലും കടിച്ചു പിടിച്ച് നിൽക്കുക. അങ്ങനെ മനോഹർ അങ്ങ് പോയതും സരയു ഇറങ്ങി വരിക. മോള് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വല്ലതും കേട്ടായിരുന്നോ? അങ്ങനെ കേൾക്കാനും മാത്രം എന്താ സംസാരിച്ചേ എന്നും സരയു. അപ്പോൾ നമ്മുടെ ശാരി, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ മോളെ. ആ ശരി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഇതെന്താ മോളെ, ഏതു നേരവും പുറത്തു പോക്കാണല്ലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഏതു നേരവും നിങ്ങളുടെ ഈ തിരുമോന്തം കണ്ട് ഇവിടെ ഇരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് നടക്കില്ല, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോയേ പറ്റൂ. അത് കേട്ടത് മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബാക്കിയുള്ളവനെ വട്ടാക്കരുത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പോകണം. എനിക്ക് ഇവിടെ ഇരുന്നിരുന്ന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. ഞങ്ങളെ അമേരിക്കയ്ക്ക് പോകാൻ പോവുക. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടേ? അത് മാത്രമല്ല, ഇനി അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരുമെന്നറിയില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം. കൊച്ചിനും മേടിക്കണം. അതൊക്കെ മേടിക്കാനായിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോവുക. എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെ പോകണം, എന്തിനു പോകണം, എന്ത് കാര്യത്തിന് പോകണമെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അതെനിക്ക് സഹിക്കില്ല. മോളെ, ഞാനതിന് തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾ തെറ്റായിട്ട് ചോദിച്ചാലും കാര്യമായിട്ട് ചോദിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്കിപ്പോൾ ഒന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ദേഷ്യപ്പെടുക. എന്നിട്ട് അങ്ങ് പോവുക. ഈശ്വര, ഇതെവിടെ ചെന്ന് അവസാനിക്കും? അമേരിക്കയ്ക്ക് പോകണമെന്നും പറഞ്ഞ് എൻ്റെ മോള് ഒരുപാട് കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടുക. അവളുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ വിറ്റും പെറുക്കി അവൾ ഓരോന്ന് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? എൻ്റെ മോളെ അവൻ ചതിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മോളുടെ സമനില തെറ്റുമല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് മറിയയെയും മനോഹറിനെയുമാണ്. എടാ, എന്നാലും ഇവിടെ വേണ്ടായിരുന്നു, നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ പോകായിരുന്നു. എൻ്റെ മറിയേ, ഇതെൻ്റെ അമ്മാവൻ്റെ കടയാ. സിറ്റിയിൽ തന്നെ എൻ്റെ അമ്മാവന്മാരുടെ കട ഇഷ്ടം പോലെ ഉണ്ട്. അതുമാത്രമല്ല, ആ റിസപ്ഷനിലിരിക്കുന്ന കുട്ടിയെ എൻ്റെ അമ്മാവൻ്റെ മോളാ. ഹോ, ആണോ? അപ്പം പിന്നെ കടയിൽ നിനക്ക് നല്ല വിലയായിരിക്കുമല്ലോ, ഇതായിരിക്കുമല്ലോ. അതെ, നല്ല വിലയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാ നമുക്ക് ഇവിടെ കയറാമെന്ന്. ഓ, എന്നാൽ ശരി, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങുക. ഈ സമയമാണെങ്കിൽ പിന്നാലെ വന്ന സരയും ആ കാഴ്ച കണ്ടോട്ട് നിൽക്കുക. അങ്ങനെ അവർ കടയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞതും സരയും കാറിൽ നിന്ന് ഇറങ്ങി പിന്നാലെ പോയി. ഈ സമയം മനോഹറും മറിയയും കൂടെ, അതെ എടാ, എനിക്ക് നീ നല്ലൊരു സാരി സെലക്ട് ചെയ്താ. നീ സാരി ഉടുക്കാറില്ലല്ലോ മറിയേ, പിന്നെ എന്തിനാ സാരി എന്നും ചോദിക്കുകയാണ് മറിയ. അത് കേട്ടതും, എടാ, ഞാൻ ഉടുക്കാറില്ല, എന്നാലും നീ സാരി എടുത്തു തന്നാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് ഉടുക്കുകയും ചെയ്യും, അതുകൊണ്ട് എടുത്താടാ എന്നൊക്കെ പറയണം. ഈ സമയമാണെങ്കിൽ മനോഹർ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതെ, അവർ നിൽക്കുന്ന അതേ ഭാഗത്ത് തന്നെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് സരയും വന്ന് നിൽക്കുകയാണ്. സരയ് വന്ന് നിന്നിട്ട് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മനോഹർ മറിയയുടെ ശരീരത്തിലെ സാരിയൊക്കെ വെച്ച് നോക്കാം, നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെ എത്ര പെൺകുട്ടികളെ ഈ നാറി വഞ്ചിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനാണല്ലോ എന്നെ ചതിച്ചത്. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ഇവൻ എന്നെ ചതിക്കുമെന്ന്. ഈശ്വര, ചതി പറ്റിപ്പോയി. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരുത്തന, അവൻ തന്നെ എന്നെ ചതിച്ചല്ലോ എന്നൊക്കെ ആലോചിക്കുക. ഇതുകൊണ്ടായിരിക്കാം
ഇതുകൊണ്ടായിരിക്കാം എൻ്റെ അച്ഛൻ ഇവനെ ഒഴിവാക്കിയിട്ട് കിരണിനോടൊപ്പം എന്നെ ചേർത്ത് വെക്കാൻ തീരുമാനിച്ചത്. എൻ്റെ കിരണിൻ്റെ അടുത്ത് പോയി നിൽക്കാനുള്ള യോഗ്യത പോലും ഈ നാറിക്കില്ല. എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാ, ഇവനെ ഒന്നും വെറുതെ വിട്ടുകൂടാ, വെറുതെ എന്നും പറഞ്ഞുകൊണ്ട് സരയു നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. നല്ല സങ്കടമുണ്ട്, ചങ്ക് പൊട്ടി കരയുന്ന അവസ്ഥയാ സരയുവിന്. പക്ഷേ ഒച്ചത്തിലൊന്നും നിലവിളിക്കാൻ പോലും പറ്റാതെയാ സരയു അവിടെ മനോഹരയും മറിയയും ഇടങ്ങനിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഈ സമയം മനോഹറാണെങ്കിൽ സാരിയൊക്കെ എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു സരയുവിനെ കണ്ടതും മനോഹർ ഒന്ന് ഞെട്ടി തുറച്ചു നോക്കി. അപ്പോഴത്തേക്കും സരയു കാണാത്ത പോലെ തിരിഞ്ഞു നിൽക്കുക. ഈ സമയം ഈശ്വരാ, പണി പാളിയോ, ഇവളെന്താ ഇവിടെ എന്നും ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മറിയേ എന്താടാ? അതെ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാവേ. ശരിയടാ, പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം. ഈ സമയം സരയു ഓടി. അവൻ പേടിച്ചോടി. ഇതുപോലെ എത്ര പെണ്ണുങ്ങളുടെ മുൻപിൽ നിന്ന് അവൻ പേടിച്ചോടിയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. കഷ്ടമാണ്, ഭയങ്കര കഷ്ടം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ നിൽക്കുക. ഈ സമയം സരയു മനോഹർ വരുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് മനോഹർ പാത്തും പതുങ്ങിയും സരയുവിൻ്റെ അടുത്തേക്ക് വരിക. മോളു എന്താ ഇവിടെ? മനുവേട്ടൻ എന്താ ഇവിടെ? ഞാൻ മോളൂനും കുഞ്ഞിനും കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ. ഞാനും കുഞ്ഞിനും കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ മനുവേട്ടാ. മനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും നമ്മൾ പോകുമല്ലേ, അപ്പോൾ അതുകൊണ്ട് എടുത്തതാ. ആണോ? എന്നാ എടുത്തോ. മനുവേട്ടന് തിരക്കാണോ? ഭയങ്കര തിരക്കാ മോളൂ. എനിക്ക് ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാ ഇപ്പം വന്നത്? മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ? അപ്പം പിന്നെ സമയം കിട്ടില്ല. ഒരിത്തിരി സമയം കിട്ടിയപ്പോൾ ആ സമയത്തിന് എടുക്കാനായിട്ട് ഓടി വന്നതാന്നേ. ആണോ? ഞാൻ വിചാരിച്ചില്ല. സാരമില്ല മനുവേട്ടാ, എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ശരി മോളൂ. എന്താ മനുവേട്ടന് പോയിട്ട് ധൃതിയുണ്ടോ? ധൃതിയുണ്ട്. ആ പെങ്കൊച്ചിനെ ഈസി ആയിട്ട് പറ്റിച്ച് നീ എൻ്റെ അടുത്തേക്ക് വന്നു. ഇനി എത്ര ഇതുപോലെ പെൺകുട്ടികളെ നീ പറ്റിക്കൂടാ? എത്ര പെൺകുട്ടികളെ കൊണ്ട് നീ തുണിക്കടയ്ക്ക് വന്നിട്ടുണ്ടടാ ദ്രോഹി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ മനോഹർ ഇങ്ങനെ മറിയെ നോക്കുക. ഈശ്വര, അവളെങ്ങാനും കണ്ടാൽ പണിയാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും നമ്മുടെ സരയു ചോദിക്കുക, ആരെ മനുവേട്ട നോക്കുന്നേ? ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? ഇല്ല മോളൂ, ഞാൻ വെറുതെ നോക്കിയതാ. മനുവേട്ട, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഈ ഡ്രസ്സ് അടിപൊളിയാണല്ലോ എന്നും നമ്മുടെ മനോഹർ. ഈ സമയം എന്നാൽ പിന്നെ ഇതും എടുക്കാം, എന്നാൽ പിന്നെ പെട്ടെന്ന് എടുത്തോ, നമുക്ക് പോകാം. ഒന്ന് നോക്കട്ടെ മനുവേട്ട, തുണിക്കട കയറി ഉടനെ ഒരു തുണി എടുക്കാൻ പറ്റുമോ? കുറച്ച് സെലക്ട് ചെയ്യാനൊക്കെ വിട് എന്നും പറഞ്ഞുകൊണ്ട് സരയു വീണ്ടും നോക്കുക. പക്ഷെ സരയു നോക്കുന്നത് തുണിയിലേക്കല്ല, മനോഹറിൻ്റെ കണ്ണുകളിലേക്കാണ്. ആ കണ്ണുകൾ മറിയെ തേടുന്നത് സരയു ശ്രദ്ധിച്ചു. മനുവേട്ടൻ ആരെ അന്വേഷിക്കുന്നേ? മനുവേട്ടന് നല്ല പതർച്ചയുണ്ടല്ലോ. ഇല്ല മോളൂ, എനിക്ക് പതർച്ചയൊന്നുമില്ല, മോളൂന് തോന്നുന്നതാ എന്നും പറയാം. മോള് എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ. ഈ സമയം അറിയാണെങ്കിൽ തുണിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇത്ര നേരമായിട്ട് അവനെ കാണുന്നില്ലല്ലോ. വാഷ്റൂമിൽ പോയവൻ എന്താ ഇത്ര നേരമായിട്ടും വരാത്തത്? ഇവന് വന്നാൽ എന്താ കുഴപ്പം? ഇനി അവനെ എങ്ങോട്ടെങ്കിലും മാറിയോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മറിയ ഇങ്ങനെ നോക്കുക. മാഡം എന്നാൽ ബില്ല്. ശരി എന്നും പറഞ്ഞുകൊണ്ട് മറിയ അത് പേ ചെയ്തതിന് ശേഷം വെളിയിൽ പോയി നിൽക്കുക കാറിൻ്റെ അടുത്ത്. ഈ സമയമാണെങ്കിൽ മനോഹർ സരയും ചിരിച്ചൊക്കെ വരികയാണ് സംസാരിച്ചുകൊണ്ട്. മനുവേട്ടൻ ഓഫീസിൽ പോയിട്ട് തിരക്കാണല്ലേ? അതേ മോളൂ, നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. മീറ്റിംഗ് ഉണ്ടോ മനുവേട്ട? മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ മറിയ കാറിൻ്റെ അവിടെ നിൽക്കുന്നത് മനോഹർ കാണാൻ ഒരു ക്യാഷ് കൗണ്ടറിൽ നിന്ന്. ഈശ്വര, ഇവളെ എന്നെയും കാത്ത് നിൽക്കുവാണല്ലോ. ഇനി എന്നെ എങ്ങാനും മറിയ കണ്ടു കഴിഞ്ഞാൽ പണിയാവുമല്ലോ. എന്താ ഇപ്പം ചെയ്യുക? എന്നാൽ സാർ ബില്ല് അടിച്ചോട്ടോ, എന്നാൽ ഇത് പൈസ കൊടുത്തിട്ട് മോളൂ, ഞാനേ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്നും ബാത്റൂമിലേക്ക് ഓടുക. അപ്പോൾ ബാത്റൂമിലേക്ക് മാനേജർ പോകാൻ നോക്കുമ്പോൾ ചേട്ടൻ എന്തേ മുകളിൽ വിളിക്കുന്നുണ്ട്. ആണോ? എന്നാൽ ശരി, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് മുകളിലേക്ക് പോവുക. ഈ സമയം ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് മനോഹർ മറിയെ വിളിക്കുക. ഹലോ മറിയേ, നീ ഇത് എവിടെയാടാ? ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു. മറിയേ, ഒന്ന് ക്ഷമിക്ക്. ഞാനേ അവിടെ നിന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അമ്മാവൻ്റെ മോളുണ്ടല്ലോ, സരയു, അവൾ എന്നെ പിന്തുടർന്ന് അങ്ങോട്ട് വന്നാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആകെ പെട്ട് നിൽക്കുക. ഒരു കാര്യം ചെയ്യ്, നീ വിട്ടോ, ഞാൻ നിന്നെ വന്ന് ഹോട്ടലിൽ കണ്ടോളാം. എന്നാൽ ശരി, ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് മറിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് കാറും എടുത്തുകൊണ്ട് പോവുക. സമാധാനം, രക്ഷപ്പെട്ടു എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരിക. എന്താ മനുവേട്ടാ? അതെ, ഇന്നലെ മോളുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ചേർന്നില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് വയറിന് വല്ലാത്തൊരു സുഖമില്ല. ആണോ? പക്ഷെ എനിക്ക് കുഴപ്പമില്ലല്ലോ. എല്ലാവരുടെയും വയറ് ഒരുപോലെ അല്ലല്ലോ മോളെ. അതേടാ,
എൻ്റെ വയറിന് കുഴപ്പമൊന്നുമില്ല, നിന്റെ വയറിൻ്റെ കുഴപ്പം എന്താണെന്ന് എനിക്ക് അറിയുകയും ചെയ്യടാ എന്നും ഇങ്ങനെ സരയും മനസ്സിലാലോചിക്കുക. എന്നാൽ നമുക്ക് പോകാം മനുവേട്ടാ. ആ മോള് പോയിക്കോ, ഞാൻ വന്നോളാം. അയ്യോ മനുവേട്ടന് കാർ എവിടെ? ആ കാറൊന്ന് കേടായി, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിരിക്കുക. ആണോ? എന്നാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഏയ് വേണ്ട മോളൂ, അത് മോളിന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, വാ മനുവേട്ട. ഭർത്താവിനെ എവിടെ കൊണ്ടെത്തിക്കേണ്ടത് എൻ്റെ കടമയല്ലേ, കയറി മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിലോട്ട് കയറാൻ പറയാം. അങ്ങനെ മനോഹർ കാറിൽ കയറി. ഈശ്വര, ഇനി ഞാൻ ആ ഹോട്ടലിലേക്ക് പോയി കഴിയുമ്പോൾ ആരുടെ കൂടെയാണ് മീറ്റിംഗ് നടത്തുന്നതെന്ന് ഇവളെന്നോട് ചോദിക്കുമോ? അങ്ങനെയാണെങ്കിൽ പണി കിട്ടുമല്ലോ. ഏത് ഹോട്ടലിലേക്കാണ് മനുവേട്ട പോകണ്ടേ എന്നും സരയുൻ്റെ ആ ഒരു ഒറ്റ ചോദ്യത്തിന് മുൻപിൽ മനോഹർ പേടിച്ച് ഞെട്ടി വിറച്ച് സരയുൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.